ഏതൊരു ടഫായിട്ടുള്ള കാര്യം ഇനി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ തന്ത്രം ഇതാണ്. ഇത് ആക്ച്വലി ഞാൻ വർക്കൗട്ട് ചെയ്ത് എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയോണ്ട് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ക്ലാസ് ഒക്കെ ഇടുന്ന സമയത്ത് സ്റ്റുഡൻസിനോടൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് ബേസിക്കലി പഠിക്കുന്നതിന് ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ കൂടി ഞാൻ പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് എൻ്റെ ഫോക്കസ്. സോ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ജസ്റ്റ് ഗോ ടു ദ വീഡിയോ. അതായത് എന്താ നമ്മളെ മെയിൻ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യം പെട്ടെന്ന് ലേൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം. അതായത് ലേണിങ്ങിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതായത് ആക്റ്റീവ് ലേണിംഗ് ഉണ്ട്, പാസീവ് ലേണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ടീച്ചിങ് മെൻറ്ററിങ് മെത്തേഡ് ഉണ്ട്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഹെൽപ്ഫുൾ ആവുന്ന, നമുക്ക് അത്രത്തോളം ഹെഡ് ഏക്ക് ഇല്ലാതെ നമ്മൾ അത്രത്തോളം സ്ട്രെസ്സായി എടുക്കാതെ തന്നെ നമുക്ക് പഠിക്കാനും ചെയ്യാനും പറ്റിയ ഒരു മെത്തേഡാണ് പാസീവ് ലേണിംഗ്. അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ വീഡിയോസ് കണ്ടു പഠിക്കുന്ന സാധനം അല്ലെങ്കിൽ ഒരു മൂവി, ഇപ്പം ഇൻ കേസ് ഒരു മൂവി നമ്മൾ കാണുകയാണെങ്കിൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ അത് അവിടെ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലോ. തിയേറ്ററിലാണെങ്കിൽ ശരി, ഫോണിലൊക്കെ കാണുകയാണെങ്കിലും ശരി, ആ സിനിമ കാണാൻ വേണ്ടി നമ്മൾ ഇന്ന കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ അല്ല. ബേസിക്കലി നമ്മൾ ആ കാണുന്നതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും പുതിയ അപ്പൊ ഇതാണല്ലേ സംഭവം, ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്. സോ അങ്ങനെ നമുക്ക് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് പാസീവ് ലേണിംഗ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതും ഈ പാസീവ് മെത്തേഡിലാണ് ലേൺ ചെയ്യാറുള്ളത്. ആക്റ്റീവ്ലി ലേൺ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു എക്സാം വരികയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് പെട്ടെന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആക്റ്റീവ് ലേണിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി നമ്മൾ അറിവ് ഇൻക്രീസ് ചെയ്യാനും കുറച്ചുകൂടി എല്ലാ കാര്യത്തിനെ കുറിച്ചൊരു നോളജ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് പാസീവ് ലേണിംഗ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ടാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പോഡ്കാസ്റ്റ് കേൾക്കും. ഞാൻ നല്ല രീതിയിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പുതിയ AI റിലേറ്റഡ് ആയിട്ടുള്ള, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പോഡ്കാസ്റ്റ് കാണും. ഞാൻ പോഡ്കാസ്റ്റ് കാണാനായിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടല്ല ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ മേ ബി ട്രാവലിലുള്ളപ്പോൾ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വെക്കും. ഇത് നമ്മൾ പാസീവായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുകയും അത് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അങ്ങനെ നമ്മളെ ഇൻഫർമേഷൻ, നമ്മളെ നോളജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്നൊരു നോളജ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഏത് സ്കില്ലും ആയിക്കോട്ടെ, ഏത് സ്കില്ലും നിങ്ങൾ ഇങ്ങനെ പാസീവ്ലി പഠിക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീതിങ്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതാണ് ചില കുട്ടികൾ നിങ്ങൾ പറയുന്നത് കേൾക്കാം, ക്ലാസ്സിൽ നിന്ന് അവർക്ക് എടുക്കുന്നത് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിൽ അത് നിൽക്കും. അവർ പരീക്ഷന്റെ തലേന്ന് പഠിച്ചത് പിറ്റേ ഒരു 2 ആഴ്ച കഴിഞ്ഞ്, ഒരു 2 ദിവസം കഴിഞ്ഞാൽ ചോദിച്ചാൽ അവർക്ക് കിട്ടൂല. ദാറ്റ് റീസൺ ഒന്ന് ആക്റ്റീവ് സ്റ്റഡിയും ഒന്നും, മറ്റേത് എന്താണ്, ഒരു പാസീവ് ലേണിങ്ങോ. ഈ പാസീവ് ലേണിങ്ങിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് ഇതാണ്, മെമ്മറിയിൽ അവിടെ കിടക്കും അത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാക്സിമം പാസീവായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പാസീവ് ലേണിംഗ്. അതിന് നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് കേൾക്കാം, യൂട്യൂബ് വീഡിയോസ് കാണാം. ഇപ്പം നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് അത്ര ഇൻറ്റൻസീവായി കാണുന്നില്ല, ജസ്റ്റ് അതൊരു സൈഡായിട്ട് നിങ്ങൾക്ക് കേട്ടിരുന്നാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് അറിവുകൾ എന്താക്കാൻ വേണ്ടി പറ്റും, കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതുപോലെ എത്ര ടഫായ ടോപ്പിക് ആണെങ്കിൽ പോലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പാസീവ് ലേണിങ്ങിലൂടെ ഏത് ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് ഷുവറാണ്. കാരണം ഞാൻ ഒരുപാട് സ്കിൽസും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പുതിയത് പഠിക്കുന്നത് ഞാൻ ആക്ച്വലി ഇങ്ങനെയാണ്. അപ്പൊ നല്ല നല്ല ഫൗണ്ടേഴ്സിന്റെ ഡിസ്കഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ഞാനത് കേൾക്കും. അതിന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയ 1-2 ടേം കിട്ടുമ്പോൾ ഞാൻ നോട്ട് ചെയ്യും. സോ ആ രീതിയിൽ നിങ്ങൾ ലേൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടഫായ, ഏത് കടുകട്ടിയായ സാധനം നിങ്ങൾക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഇന്ന് തൊട്ട് ഇനി ലേൺ ചെയ്യുന്ന സമയത്ത് പാസീവ്ലി ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ താങ്ക് യു.